മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം, ആന്റണി പെപ്പയെ. അതൊരു 3 സീൻ രോമാഞ്ചമാണ്. അവന്റെ ആ ഒരു പെപ്പേരെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്, പിന്നെ ഫൈറ്റും അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇടിപവർ എന്തായാലും പെപ്പയുടെ ആ ഒരു സാധനം അതിനകത്ത് നൈസ് പടമായിരുന്നു. ഇടി ആക്ഷനൊക്കെ പൊളിയായിരുന്നു. 2-3 സീൻസ് അത് പൊളി സീൻസ് ആയിരുന്നു. പൊളിയായിരുന്നു. ഒരു 3-4 സീൻസ് ഉണ്ട് പെപ്പേര, അത് പൊളി. അതൊരു 3 സീൻ രോമാഞ്ചമാണ്. അവന്റെ ആ ഒരു അടിപൊളി ഫൈറ്റൊക്കെ അടിപൊളി. ഇത് കൊള്ളാം, അടിപൊളിയാ. പെപ്പേരെ ആക്ടിങ് ഒക്കെ അടിപൊളിയാ, പിന്നെ ഫൈറ്റും അടിപൊളിയായിരുന്നു. എല്ലാം ഫാമിലി ആയിട്ട് വന്നിരിക്കാം. കൂടുതലും ബോയ്സിനെ ആയിരിക്കും താല്പര്യം. നല്ല കിണ്ടലടി. എക്സ്പെക്ട് ചെയ്യാതെ പോവാണെങ്കിൽ പടം ഓക്കെയാണ്. മലയാളം മുണ്ട് പെപ്പേരെ ഡെഡിക്കേഷൻ കൊള്ളാം, സിനിമ കൊള്ളാം, കൊള്ളാം, ഇഷ്ടപ്പെട്ട്. പിന്നെ 3 സിനിമകൾ വരാറുണ്ട്, വേറെ 2 സിനിമയും കൂടെ ഉണ്ട്. വൺ ടൈം വാച്ചബിളാണ് സിനിമ. പാസ്റ്റ് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്, പ്രസന്റിനെക്കാട്ടിയും പാസ്റ്റ് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയ സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം, ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കഥ ബോറായിപ്പോയി, പ്രഡിക്റ്റബിൾ അല്ല, ഒരു ഫീൽ ഇല്ല, ഒരു ക്ലൈമാക്സ് കൊണ്ടില്ല. അതെ ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് കുഴപ്പമില്ല, പെപ്പയുണ്ട്, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, അല്ലാതെ പറയത്തക്ക വലിയൊന്നുമില്ല. മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം, ആന്റണി പെപ്പയെ. അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും ട്രെയിൻ ചെയ്ത് നമുക്ക് ഭയങ്കര ആ സിനിമ കൊണ്ടുവരുന്ന ഒരു രീതിയും, പിന്നെ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അസാധ്യമായിട്ട് ഇഷ്ടപ്പെടും സിനിമ. ഉണ്ട്, കുറച്ചുകൂടിയൊക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ടോട്ടലി എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഇന്ന് ഇന്ത്യയുടെ ബ്ലാക്ക് ഡേ കൂടെയാണ്. അപ്പോൾ ഒരുപാട് ധീര സൈനികർ മരണപ്പെട്ട 40ഓളം ആളുകൾ പുൽവാമയിൽ പോയൊരു ദിവസം കൂടെയാണ്. നമ്മൾ ലവേഴ്സ് എല്ലാം ആഘോഷിക്കുമ്പോഴും അങ്ങനെ ഒരു ദിനം കൂടെയാണ്. തീർച്ചയായിട്ടും ഇന്നൊരു സിനിമ കാണുമെന്ന് വിചാരിച്ചു. അത് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാധനം ആയാലും ഒരുപാട് സന്തോഷം. പടം നന്നായിട്ടുണ്ട്, അത് നല്ല പിടിച്ചിരുന്ന സംഭവമുണ്ട്. അത് ക്യാമറ വൈസ്, ടെക്നിക്കൽ വൈസ് ആണെങ്കിൽ ഇതെല്ലാം വൈസ് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് എല്ലാവരും എന്ന് പറയുമ്പോഴേ 1.5 കിൻഡിൽ ഇടിയ അത് നന്നായിട്ടുണ്ട്. നമ്മളീ പ്രത്യേകിച്ച് നമ്മൾ ഈ തല്ലുമാല പോലെ ഭയങ്കര സൂപ്പർ സ്ലോപ്പ് ആയിരുന്നു ആ ഒരു സാധനം. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ക്ലീഷ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത സാധനം. ലാസ്റ്റ് ടൈൽ എൻഡിലൊരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. ഭയങ്കര രസമാണ്. വേണമെങ്കിൽ ഊഹിച്ചെടുക്കാനുള്ള ട്രെയിലറുണ്ട്, പക്ഷെ ഭയങ്കര രസമാണ്. എങ്ങനെ നോക്കിയാൽ ചുമ്മാ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതിൽ നമ്മളെ അച്ഛൻ്റെ പറയാനുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം അന്ത കാലത്തെ ബോക്സിങ്, വിജയരാമൻ്റെ ക്യാരക്ടർ, അതെല്ലാം കൂടി ഇൻസ്പയർ അപ്പാ ടൈമിലുണ്ടല്ലോ. നമ്മളെ ഈ ഒരു പഴയ മറ്റേ ബോക്സർ ഉണ്ടല്ലോ, അബുവോ, പുള്ളിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഇത്. കാരണം അതിൽ കുറെ റെഫറൻസ് ചെയ്തിട്ടുണ്ട്. ഇടിപവർ എന്തായാലും പെപ്പയുടെ ആ ഒരു സാധനം അതിനകത്ത്, സൗണ്ട്, കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത്. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വരും. റെക്കമെൻഡ് ചെയ്യും ഇനി ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണണം. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഉണ്ണി മുകുന്ദനെ പോലെ ഇപ്പം മാർക്കോയിൽ അദ്ദേഹം ഒരു റീ എൻട്രി വന്ന പോലെ ഒരുപാട് സിനിമകളിൽ ഇപ്പം കുറേ പടങ്ങൾ നമുക്കറിയാം. പെപ്പയുടെ പരാജയപ്പെട്ട സിനിമകളും ഉണ്ട്. അപ്പം പെപ്പയ്ക്ക് ഇൻ്റർനാഷണൽ, ബിക്കോസ് കളിക്കുന്നത് ഒരു ഇതിനകത്തുള്ള മെയിൻ ബോക്സർ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ്. അപ്പോൾ ഹോളിവുഡ് അത്രയും വലിയൊരു ഒരു ഈജിപ്ഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ആക്ടർ കൂടെ കിടപിടിക്കത്തക്ക ഒരു സംഭവം നമ്മുടെ പെപ്പ ചെയ്തെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ വളർന്നു വരണം. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് പോലും ഒരു റിങ്ങിനകത്ത് ഇപ്പോൾ കേരളത്തിലെ പെപ്പയും അപ്പോൾ ഇസ്മായിൽ, അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മസിൽമാൻ എന്നറിയപ്പെടുന്ന ആളുകളാണ്, മസിൽ. അപ്പോൾ അത്രയും വലിയൊരു ഫൈറ്ററെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അത്രയും ബോഡി ഫിറ്റ്നസ് സൂക്ഷിക്കുന്ന ഒരു ആക്ടർ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു ഒപ്പോണൻ്റായിട്ട് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. സിനിമ പോകുന്ന പോക്ക് വേറെയാണ്. എവിടെ നിന്ന് എടുക്കുന്നു, ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് എടുത്ത് ഒരു ചേരിയിലെ കഥ പറഞ്ഞ് പോയി നിൽക്കുന്നത് ഒരു അങ്ങനത്തെ ഒരു സക്സസ് സ്റ്റോറിയിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവുമല്ലോ, ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടുന്നില്ല, സക്സസ് ആവുന്നില്ല എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും ഒരു കാര്യത്തിന് വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും ആത്മാർപ്പണത്തോടെ നിൽക്കുകയും ചെയ്താൽ സക്സസ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും സിനിമ പോയി കാണുക. അടിപൊളിയായിട്ടുണ്ട്. മേക്കിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.